ഇന്നത്തെ ലിസൺ റീഡിംഗ് 2 ക്ലവർ ബീർബൽ, ബുദ്ധിമാനായ ബീർബൽ. The Emperor Akbar's court was always filled with wise men from all over his kingdom. അക്ബർ ചക്രവർത്തിയുടെ സദസ്സ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ എല്ലാ പ്രമാണിമാരെയും കൊണ്ട് നിറഞ്ഞിരുന്നു. ബീർബൽ വാസ് വൺ സച്ച് മാൻ. ബീർബൽ അത്തരത്തിലുള്ള ഒരാളായിരുന്നു. ഹി വാസ് ഹൈലി റെസ്പെക്റ്റഡ്. അദ്ദേഹം വളരെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ബൈ ഓൾ ആസ് ഹി ഓൾവേസ് സർപ്രൈസ്ഡ് ദി എംപറർ ആൻഡ് ദി കൺട്രീസ് വിത്ത് ഹിസ് വിറ്റി റിപ്പിൾസ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരവും രസകരവുമായ മറുപടികൾ കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ദ എംപറർ വാസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് ആസ്കിംഗ് ബീർബൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ടെസ്റ്റ് ഹിസ് വിറ്റ് ആൻഡ് ഇൻ്റലിജൻസ്. ബീർബലിൻ്റെ ബുദ്ധി പരീക്ഷിക്കുന്നതിനായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഹാബിറ്റ് എംപററിന് ഉണ്ടായിരുന്നു. വൺ ഒക്കേഷൻ ഹി ആസ്ക്ഡ് ബീർബൽ, ബീർബൽ ടെൽ മീ ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ എ ട്രൂത്ത് ആൻഡ് എ ലൈ. ബീർബലിനോട് അദ്ദേഹം ചോദിച്ചു, ബീർബലെ, ട്രൂത്ത് ആൻഡ് ലൈയുടെ ഡിഫറൻസ്, അതായത് സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബീർബൽ റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് വാസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഓർഗൻസ്. അദ്ദേഹം മറുപടി പറഞ്ഞു, അത് രണ്ട് അവയവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. വാട്ട് ആർ ദസ് ടു ഓർഗൻസ്? സെൻസ് ഓർഗൻസ്, അക്ബർ ആസ്ക്ഡ്. അക്ബർ ചോദിച്ചു, ആ രണ്ട് അവയവങ്ങൾ ഏതാണ്? ഇത് ഇയേഴ്സ് ആൻഡ് ദി ഐസ് മൈ ലോഡ്, ബീർബൽ റിപ്ലൈഡ്. ബീർബൽ മറുപടി പറഞ്ഞു, എൻ്റെ ചക്രവർത്തി, അത് ദ ഇയർ ചെവിയും ആൻഡ് ദി ഐസ് കണ്ണുമാണ്. വേ ഇസ് ഇറ്റ് സോ? അക്ബർ ആസ്ഡ്. അക്ബർ ചോദിച്ചു, അതെങ്ങനെയാണ്? ബിക്കോസ് വാട്ട് വൺ സീ വിത്ത് ഹിസ് ഐസ് ഈസ് ട്രൂ. ഒരാൾ കണ്ണുകൊണ്ട് കാണുന്നത് സത്യമായിരിക്കാം. ബട്ട് വാട്ട് വൺ ഹിയേഴ്സ് വിത്ത് ഹിസ് ഇയേഴ്സ് ഈസ് യൂഷ്വലി ഫാൾസ്. മറ്റൊരാൾ ചെവി കൊണ്ട് കേൾക്കുന്നത് തെറ്റുമായിരിക്കും. ഫാൾസ്, തെറ്റ്. വാസ് ബീർബൽസ് ക്വിക്ക് റിപ്ലൈ. അക്ബർ വാസ് പ്ലസ്ഡ്. അക്ബർ ആശ്ചര്യയായി ബീർബലിൻ്റെ പെട്ടെന്നുള്ള മറുപടിയിൽ. ദെൻ ദി എംപറർ ആസ്ക്ഡ് ബീർബൽ. ബീർബലിനോട് എംപറർ ചക്രവർത്തി ചോദിച്ചു, ക്യാൻ യു ടെൽ മീ വാട്ട് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്? ലൈറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താണ്? പാറ്റ് കം ദി റിപ്ലൈ, തോട്ട് മൈ ലോഡ്. പാറ്റ് മീൻസ് ക്വിക്ക്, പെട്ടെന്ന്. അതാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. ബട്ട് ദ എംപറർ ഹാഡ് മോർ ക്വസ്റ്റ്യൻ ഇൻ സ്റ്റോർ ഫോർ ബീർബൽ. എന്നാൽ ചക്രവർത്തി ബീർബലിനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. സോ ഹി ആസ്ക്ഡ് ബീർബൽ. ബീർബലിനോട് ചോദിച്ചു, ബീർബൽ, ക്യാൻ യു ടെൽ മീ വാട്ട് വാക്സ് ഓൺ 4 legs ഇൻ ദി മോർണിംഗ്? ബീർബലെ, പറയൂ, രാവിലെ മോർണിംഗിൽ 4 കാലിൽ നടക്കുന്നതും 2 legs അറ്റ് നൂൺ, ഉച്ചയ്ക്ക് 2 കാലിൽ നടക്കുന്നതും, ആൻഡ് 3 legs അറ്റ് ഡെസ്ക്. ഡെസ്ക് മീൻസ് വൈകുന്നേരം, ഈവനിങ്. വൈകുന്നേരം 3 കാലിൽ നടക്കുന്നതും എന്താണ്? ബീർബൽ തോട്ട് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ റിപ്ലൈഡ്. ബീർബൽ ഒരു നിമിഷം ചിന്തിച്ചു, അതിനുശേഷം മറുപടി പറഞ്ഞു, മാൻ, മനുഷ്യൻ, എൻ്റെ ചക്രവർത്തി, മൈ ലോഡ്. മീനിങ് ദാറ്റ് എ മാൻ ക്രോൾസ് വെൻ ഹീ ഈസ് എ ബേബി. ക്രോൾസ് മീൻസ് മൂവ് ഓൺ ഹാൻഡ് ആൻഡ് ലെഗ് ലൈക്സ് ആൻ ആനിമൽ. അതായത് മനുഷ്യനെ കണക്ക് 4 കാലിൽ നടക്കുന്നതിനാണ് ക്രോൾസ്. അതായത് കുഞ്ഞായിരിക്കുമ്പോൾ 4 കാലിൽ നടക്കും. വാക്ക് അപ്രൈറ്റ് വെൻ ഹീസ് ആൻ അഡൽട്ട്. അതായത് വളരുമ്പോൾ, അഡൽട്ടായിരിക്കുമ്പോൾ 2 കാലിൽ നടക്കും. ആൻഡ് യൂസസ് എ വാക്കിംഗ് സ്റ്റിക്ക് വെൻ ഹീ ഗ്രോസ് ഓൾഡ് ആൻഡ് വീക്ക്. വയസ്സാകുമ്പോഴത്തേക്ക് ഒരു വടിയും കുത്തി നടക്കും.
അതിനെയാണ് 3 കാലിൽ നടക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അക്ബർ വാസ് ഇൻ ദ മൂഡ് ഫോർ മോർ ക്വസ്റ്റ്യൻസ്. അക്ബറിന് നല്ലൊരു മാനസികാവസ്ഥയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. സോ ഹി ആസ്ക്ഡ് ബീർബൽ. അദ്ദേഹം ബീർബലിനോട് ചോദിച്ചു. ടെൽ മീ ബീർബൽ, പറയൂ ബീർബൽ. വു ഷോ ഹിസ് ടങ് ടു എവരി വൺ. ആരാണോ തൻ്റെ നാവ് എല്ലാവരോടും കാണിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ഒഫൻസ്. ഒഫൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുക. അത് ഹർട്ട് ചെയ്യുന്നത് ചിന്തിക്കാത്തത് ആരാണോ. ബീർബൽ ജസ്റ്റ് ടുക്ക് എ ഫ്യൂ സെക്കൻഡ് ടു തിങ്ക് ബിഫോർ ഹി റിപ്ലൈഡ്. അദ്ദേഹം കുറച്ചേരം ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞു. എ ഡോഗ് മൈ ലോഡ്. ചക്രവർത്തി. അതിനുത്തരം ഡോഗാണ്. നെക്സ്റ്റ്, അക്ബർ ആസ്ക്ഡ് ബീർബൽ ടു ഡിഫൈൻ ഹെവൻ ആൻഡ് ഹെൽ. അക്ബർ ബീർബലിനോട് ചോദിച്ചു, ഹെവൻ ആൻഡ് ഹെൽ ഡിഫൈൻ. നരകവും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബീർബൽ റിപ്ലൈഡ്, എ ഹാർട്ട് ഇൻ വിച്ച് ലവ് ഡൾസ് ഇൻ ഹെവൻ. ഡൾസ് മീൻസ് ലിവ്സ്, ജീവിക്കുക. എ ഹാർട്ട് ഇൻ വിച്ച് ലവ് ഡൾസ് ഇൻ ഹെവൻ, അതായത് ഏത് ഹൃദയത്തിലാണോ സന്തോഷം, സ്നേഹം ഉള്ളത് അത് സ്വർഗമായിരിക്കും. ആൻഡ് എ ഹാർട്ട് ഇൻ വിച്ച് ഹാർട്ടഡ് ഡൾസ് ഇൻ ഹെൽ, എവിടെയാണോ സ്നേഹമില്ലാത്തത്, അതായത് മറ്റുള്ളവരെ ഹാർട്ട് ചെയ്യുന്ന രീതിയിലുള്ളത്, അവിടെ ഹെല്ലായിരിക്കും. അക്ബർ വാസ് സാറ്റിസ്ഫൈഡ്. അക്ബർ സന്തുഷ്ടനായി. Then the emperor asked ബീർബൽ, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഗോസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ചക്രവർത്തി ചോദിച്ചു ബീർബലിനോട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതും ആൻഡ് യെറ്റ് സ്റ്റേ അറ്റ് വൺ പ്ലേസ്, എന്നാൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നതും എന്താണ്? ദിസ് ടൈം അക്ബർ വാസ് ഷുവർ ദാറ്റ് ബീർബൽ വുഡ് നോട്ട് ബി ഏബിൾ ടു ആൻസർ ദി ക്വസ്റ്റ്യൻ. ഈ സമയം അക്ബർ ചക്രവർത്തി ചിന്തിച്ചു, ബീർബലിന് ഇതിന് ഉത്തരം നൽകാൻ കഴിയുകയില്ലെന്ന്. ബട്ട് ബീർബൽ റിപ്ലൈഡ് ഇൻസ്റ്റൻ്റ്ലി. എന്നാൽ ബീർബൽ പെട്ടെന്ന് മറുപടി പറഞ്ഞു, എ റോഡ് മൈ ലോഡ്. അത് റോഡാണ് എൻ്റെ ചക്രവർത്തി. ഫൈനലി എംപറർ അക്ബർ ഓർഡേർഡ് വൺ ഓഫ് ഹിസ് കൺട്രീസ് ടു ഡ്രോ എ ലൈൻ ഓൺ ദി ഫ്ലോർ. അക്ബർ ചക്രവർത്തി തൻ്റെ പ്രമാണിമാരോട് പറഞ്ഞു തറയിൽ ഒരു ലൈൻ വരയ്ക്കാൻ. ദെൻ ഹി ആസ്ക്ഡ് ബീർബൽ ടു ഷോർട്ടൺ ആൻഡ് ലൈൻ വിത്തൗട്ട് ടച്ചിങ് ഇറ്റ് ഓർ റബ്ബിങ് ഓഫ് ഇറ്റ്സ് എൻഡ്സ്. അദ്ദേഹം ബീർബലിനോട് പറഞ്ഞു, ആ വരയിൽ തൊടാതെയും അത് മായ്ക്കാതെയും അതിനെ ചെറുതാക്കുക, ആ വരയെ ചെറുതാക്കണം. ബീർബൽ draw a longer line below the line drawn by the courtier. ആ കോർട്ടിൽ വരച്ച ലൈനിന് താഴെയായിട്ട് അദ്ദേഹം വലിയൊരു ലൈൻ വരച്ചു. ആൻഡ് ദസ് മേഡ് ദി ലൈൻ ഷോർട്ടർ. അങ്ങനെ ആ മറ്റേ വരയെ ചെറുതാക്കി കാണിച്ചു. ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഇടുന്നതാണ്.